വാതിൽ ഞാൻ അടച്ചതായിരുന്നല്ലോ. അതാരാ തുറന്നിട്ട്? ഇതും തുറന്നിട്ടിക്കല്ലോ. ഇതിൽ കുറേ ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പൂച്ച തിന്നതാണോ? മോളെ 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 എടി എടി എണീക്ക്. ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കൂല. ആകെ കിടന്ന് ഞായറാഴ്ച. അതല്ല, പിന്നെ ഇനി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ചപ്പാത്തി എടുത്ത് തിന്നിനാ? ഉമ്മ ഒന്ന് അല്ലിയാക്കല്ല, ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇനി ഉറങ്ങിക്കോ. ഇനി ചപ്പാത്തി തിന്നിക്കോ ഇല്ലയോന്ന് പറ. ഞാൻ തിന്നിക്കില്ല, എനിക്ക് ചപ്പാത്തി ഇഷ്ടമില്ല. പിന്നെ ചപ്പാത്തി എവിടെ പോയി? എൻ്റെ റബ്ബേ, ഈല് വെച്ച വരട്ടി ഇറച്ചി എവിടെ പോയി? എടി എണീക്ക്. നമ്മളെ വരട്ടി ഇറച്ചിയും ചപ്പാത്തിയും കാണുന്നില്ല. എന്ത് ഇറച്ചി കാണുന്നില്ലെന്നോ? രാവിലെ ഇറച്ചിയും കൂടി പത്തിരി ഞാൻ സ്വപ്നത്തിൽ കണ്ടിക്ക്. അല്ല, ഞാൻ എന്താക്കൂ? നീ ഇന്നലെ ഉറക്കത്തങ്ങാൻ വന്ന് ഇറച്ചി തിന്നിക്കോ. എൻ്റെ കാര്യം പറയാൻ പറ്റിയല്ല. ഇല്ലമ്മ, ഞാൻ രാവിലെ പത്തിരിയും കൂടി തിന്നാൻ വെച്ചതാ. ഇവള് തിന്നിക്കില്ല. പിന്നെ ബീഫ് എവിടെ പോയി പഠിച്ചോനെ? എന്നാലും ആ ബീഫ് എവിടെ പോയി? ഇതിന് കറിയൊന്നുമില്ലേ? കുറച്ചു നേരം ആടെ ഇരിക്കി. എനിക്ക് ഞാൻ ചമ്മന്തി അരച്ചു തരാം. എനിക്ക് വേണ്ട ചമ്മന്തി. എനിക്ക് വാണേ തിന്നാൽ മതി. ഇന്നലെ 350 ഉറുപ്പ്യം കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് ഇറച്ചിയാ. രുചിയോടെ 4 കഷ്ണം ഞാൻ തിന്നിക്കില്ല. ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും വെച്ച് അതിൻ്റെ കൂടെ തിന്നാൻ വെച്ചതായിരുന്നു. തൊട്ടടുത്ത് തിന്നത് ആരായാലും തൂറൽ വന്ന് ചാവും. ലോകത്തില്ലാത്ത പൈസയും കൊടുത്ത് വാങ്ങിയ മത്തിയാ. അതെടുത്ത് ആരെങ്കിലും തിന്നിക്കണ്ട് നാളെ രാവിലെ ഞാൻ തൊണ്ടു. ഇത് കട്ടിൻ്റെ അടിയിൽ കൊണ്ടാക്കട്ടെ. ആവൂ, സമാധാനം. എന്നാലും തുറന്നിക്കൊന്നുമില്ല. 2 days later. കുട്ടികളെ, നിങ്ങൾ ചോറ് വേണേ വന്നിട്ട് തിന്നാ. ഇത് എന്ത് കറിയാ? പരിപ്പ് കറിയാണോ? എനിക്ക് വേണ്ട ചോറ്. വേണേ തിന്ന കുട്ടി. 3 മാസമായി ബാപ്പച്ച് പൈസ അയച്ചിട്ട്. ഇത് തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എനക്കും പഠിച്ചവന് മാത്രമേ അറിഞ്ഞുള്ളൂ. ഉമ്മച്ചി, ഇന്ന് ബീഫ് വാങ്ങുമോ? ഉണ്ടല്ലേ, തൽക്കാലം അത് തിന്ന്. ഞാൻ അങ്ങാടി പോകുന്നുണ്ട്, അന്നേരം ഉണ്ടെങ്കിൽ വാങ്ങാം. എന്താ ചൂട്!
ഓ എന്തോ ഒരു ക്ഷീണം, കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ. ഉമ്മ ഇറച്ചിക്കറി വെക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യും, കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞു വെക്ക്, ഞാനിപ്പം വരാം. ഓക്കേ. മോളെ എല്ലാം അരിഞ്ഞു വെച്ചോ? ഉമ്മ ഉള്ളി 2 എണ്ണേനുള്ളൂ. കറി വെക്കണോ വരട്ടണോ? കറി വെക്കണ്ടമ്മ, വരട്ടിയാ മതി, കുരുമുളക് ഇട്ടിട്ട്. ഇറച്ചിയായോ? അടിപൊളി. എന്നിട്ട് കൈപ്പുണ്യ ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ അറിഞ്ഞ ഇറച്ചി വരട്ടിയ അപ്പുറത്തിരുന്ന് ഞാൻ ചിത്രം വരയ്ക്കേനെ, അപ്പോൾ ഒരു മണം, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇത് എത്രയായി തിന്നുന്നേ? നമുക്ക് ഇന്ന് രാത്രി തിന്നണ്ടേ? നാളെ രാവിലെ തിന്നണ്ടേ? നാളെ സ്കൂൾ കൊണ്ടുപോകാനും വേണ്ടേ? മതി മതി, വിട്ടോ വിട്ടോ. അവിടെ കുത്തിരിക്കാണ്ട് വെള്ളവും ഗ്ലാസ്സൊക്കെ എടുത്തോണ്ട് വരും. കുട്ടിയെ അങ്ങോട്ട് വാ, വന്ന് കഴിക്ക്. എനിക്ക് ഇനി ഇറച്ചി വേണോ? എല്ലാവർക്കും തന്നാലും എനിക്കും തന്നിക്ക്. ഞാൻ കപ്പ എന്നാണ്ട് ഇറച്ചി മാത്രം തിന്നിട്ടല്ലേ, വേഗം തിന്നിട്ട് അങ്ങനെ പോള്. ഓള അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, മോള് തിന്നോ. എന്നാ എനിക്കും വേണം. ഇനി അത് മതി തിന്നത്. പോക്ക് കൊടുത്തതോ? ചെറിയ കുട്ടിയല്ലേ, രാവിലത്തേക്ക് വേണം, സ്കൂളിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് എല്ലാം കൂടി നടക്കുകയില്ല. ഇപ്പം അത് മതി. പോടിയായിരുന്നു. ഔ എന്ത് ടേസ്റ്റ്, അമ്മ സമ്മതിക്കണം. ഇതാരാ തുറന്ന്? എൻ്റെ റബ്ബേ, ഇതാരാ തുറന്ന്? പഠിച്ചോനെ, എൻ്റെ ഇറച്ചി പറ്റിയത്. മോളെ മോളെ എണീക്ക്. എടി നമ്മളെ ഇറച്ചിയും കപ്പയും കാണുന്നില്ല. എന്ത് ഇറച്ചി കാണുന്നില്ലെന്നോ? പഠിച്ചോ, ഞാൻ എന്താ ഇനി തിന്നുക? നിങ്ങൾ ആ മര്യാദക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അവരെ കള്ളപ്പൂച്ച വന്ന് തിന്നു കഴിക്കും. പൂച്ച വാതിലിന്റെ പൂട്ട് കുടിക്കോ? അതിന്റെ ബൂട്ട് പൊളിച്ചിരുന്നോ? ഉമ്മ നമ്മളെ വീട്ടിൽ കള്ളം കയറിയതാണോ? എൻ്റെ റബ്ബേ, ഉമ്മ നിങ്ങളെന്തിനാ ഓടിയത്? ഇവിടുന്ന് എന്തെങ്കിലും പോയിക്കോ നോക്കുക. അതിനിവിടെ നല്ലത് കുറച്ച് തിരുവൽപ്പുണ്ടോ? ആ ഭാഗ്യം, കുടുംബശ്രീന്റെ പൈസയാ. എന്നാലും ആരായിരിക്കും ആ ഇറച്ചി തിന്നത്? ഹിനമോളെടുത്ത് രാത്രി തിന്നിട്ടുണ്ടാവും. ഹിനമോക്ക് ഇന്നെ പോലത്തെ ഇറച്ചി ഭ്രാന്തൊന്നുമില്ല. ആരോ നമ്മളെ വീട്ടിൽ രാത്രി വരുന്നുണ്ട്. ഉമ്മ നമ്മളെ വീട്ടിൽ കള്ളം കയറി എന്നാണ് നിങ്ങൾ പറയുന്നേ? കള്ളെന്ന് പറയാൻ പറ്റൂല, ഏതോ ഒരു തീറ്റ ഭ്രാന്ത്. നമ്മളിപ്പോ എന്നാ ചെയ്യാ? നമുക്കൊരു ഐഡിയ എടുത്താലോ? നമുക്ക് CCTV ഫിറ്റ് ചെയ്യാം. ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്യാൻ എത്ര പൈസ വേണമെന്നാ വിചാരിച്ചത്?
അന്ന് നമുക്ക് പോലീസ് പറഞ്ഞാലോ? പോലീസിലൊന്നും പറയണ്ട, ചിലപ്പം കള്ളൻ കപ്പൽ തന്നെ ആണെങ്കിലോ. മച്ചി എന്തിനാ എന്നെ എങ്ങനെ നോക്കുന്നത്? മച്ചി നോട്ടം കണ്ടായിരിക്കാലും ഞാൻ ഇറച്ചി മൊത്തം കട്ടുന്നതിന്. ഇനി വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. ചായ ഒന്നും കുടിക്കാണ്ട് സ്കൂളിൽ പോകേണ്ടത്? എനിക്ക് വിശക്കുന്നുണ്ട്. വാ, ഞാൻ മുട്ട കറി വെച്ചുതരാം. മുട്ട പുഴുങ്ങി വെക്കാത്ത ഭാഗ്യം. ഉമ്മ 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 ചേടെ പോയതായിനു. ഞാൻ ഇറച്ചി വാങ്ങാൻ പോയതായിരുന്നു. മുട്ടായി അതെന്താ എനിക്ക് മുട്ടായില്ലേ? അതിൽ 2 എണ്ണം ഉണ്ട്. ഉമ്മച്ചി ഇന്ന് ഇറച്ചി വാങ്ങിയോ? ഇന്ന് ഇറച്ചി ഫ്രൈ ആക്കണ്ട, കറി വെച്ചാൽ മതി. ഇന്നത്തെ ഇറച്ചിയില്ലേ ഉമ്മക്കുള്ളതല്ല, കള്ളനുള്ളതാണ്. എനിക്ക് ഇന്നണ്ടേ. സമാധാനപ്പെട്, ഈ ഇറച്ചി തീർത്ത് എനിക്ക് തന്നെ തിന്നാം. പക്ഷേ ഈ ഇറച്ചി കൊണ്ട് ഉമ്മക്ക് കള്ളനെ പിടിക്കണം. കള്ളൻ എന്താ പട്ടിയോ പൂച്ചയോ എങ്ങാനാ ഇറച്ചി കൊടുത്ത് പിടിക്കാൻ? ഇതൊക്കെ ഉണ്ട്, നീ എൻ്റെ കൂടെ നിന്നാ മതി. നിങ്ങൾ എന്നാ ഉദ്ദേശിക്കുന്ന? ഇറച്ചിയിൽ വിഷം വെക്കാനാണോ? അയ്യടി, എന്നിട്ട് വേണം ഞാൻ ജയിലാകെ. എന്തെന്നാ നിങ്ങൾ പറയുന്നേ? എനിക്ക് പേടിയാ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, നീ എൻ്റെ കൂടെ കട്ടക്ക് നിന്നാ മതി. പ്രശ്നമൊന്നും ഉണ്ടാവൂലേക്കുലേ? നമുക്ക് ആരെങ്കിലും ഒന്ന് വിളിച്ചാലോ? ജമീലുള്ളപ്പം വേറൊരാളും വേണ്ട. ഈ ജമീൽ ആരാന്ന് കള്ളം കാണാൻ പോകുന്നുള്ളൂ. ഇനി ആ യൂണിഫോമൊക്കെ മാറിയിട്ട് 2 വലിയ ഉള്ളി എടുത്ത് കുനുകുനാ അരിഞ്ഞ് വെക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. അപ്പോഴേക്ക് ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് വരാം. ഉള്ളിയൊക്കെ റെഡിയായോ? ചക്കരെ, ഇതുവരെ ഞാൻ ഉണ്ടാക്കിയത് വെച്ച് ഏറ്റവും നല്ല ബീഫ് ഫ്രൈ ആയിരിക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ മണം 10 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും. 10 കിലോമീറ്റർ ഒക്കെ വേണം വെച്ചേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചുകൂടെ? വേണടി വേണം. പണ്ടിൻ്റെ വാപ്പ എന്നെ പെണ്ണ് കാണാൻ വന്നേരുണ്ടല്ലോ, എല്ലാവരും കൊടുക്കുന്ന പോലെ മിച്ചറും ചായയും അല്ല കൊടുത്തത്, നല്ല ബീഫ് ഫ്രൈയും ടയറ് പത്തിലോ കൊടുത്തത്. ബീഫിൻ്റെ ഒരു കഷ്ണം വായിൽ വെച്ചിട്ട് എൻ്റെ വാപ്പച്ചി ചോദിക്കുക ഇതാരാ ഉണ്ടാക്കിയതെന്ന്. അന്നേരം എൻ്റെ ഉമ്മ പറഞ്ഞ് ജമീല ഉണ്ടാക്കിയതെന്ന്. അതിൻ്റെ വയ്യിൽ നിന്ന് എന്നെ എൻ്റെ വാപ്പിച്ചൊരു നോട്ടം നോക്കിക്ക്. ഹോ, അന്ന് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടപ്പാട്. പാവം വാപ്പച്ചി. വാപ്പച്ചിന് അധികം സപ്പോർട്ടൊന്നും ചെയ്യണ്ട, ഞാൻ ഉള്ളി അങ്ങ് അരിഞ്ഞൂട്. ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ, നല്ല മസാല നല്ലോണം പിടിക്കുള്ളൂ. കണ്ടോടി, മണം പിടിച്ച് കുറുക്കന്മാർ ഓടി വരുന്നേ.
കുഞ്ഞോളെ ലൈറ്റ് ഇട്. മോളെ പുറത്തുനിന്ന് പൂട്ടിക്കാ? പുറത്തുനിന്ന് പൂട്ടിയതാ? തള്ള, ഞാൻ വരട്ടി വെച്ച ഇറച്ചി മുഴുവൻ കട്ട് തിന്നിട്ട് അയച്ചു വിടണല്ലേ? തിരിച്ചാ ഞാൻ കൗത്തിന് നടുക്കാൻ കുത്തു. അനങ്ങാണ്ട് നിന്നോ. എടാ ഭയങ്കര അങ്ങ് ജമാലല്ലേ മോളെ. ഓനെ ഫോട്ടോ എടുക്ക്. ഫോൺ എടുത്തിട്ട്. എന്റെ ഫോട്ടോ എടുക്കല്ല താത്ത, ഞാൻ വിശന്നിട്ട് കയറിപ്പോയതാ. എന്നാ എനിക്ക് ഞാൻ പരത്തി വെച്ച പോത്തിറച്ചി മാത്രമേ പറ്റൂ. ഞാൻ എത്ര ആശിച്ച് വെച്ച ഇറച്ചി കഴിഞ്ഞ ഒരു ദിവസം ഉളുപ്പും ഇല്ലാണ്ട് വന്ന് തിന്നത്. സ്കൂളിൽ ഇറച്ചി കൊണ്ടുവരാൻ പറഞ്ഞ കൂട്ടുകാരും ഞാൻ നാണം കെട്ടില്ലേ, അതുപോലെ ഇനി നാണം കണ്ണോ. ക്ഷമിക്കണം, ദയവേദിട്ട് ഫോട്ടോ എടുക്കല്ല. എങ്ങനെയാ ഞാൻ ഇറച്ചി പറ്റുന്ന ദിവസം മാത്രം വരുന്നത്? എനിക്ക് വിശന്നിട്ടാ താത്ത. അല്ല ചങ്ങായി, ഞാൻ ഇറച്ചി പറ്റുന്ന ദിവസം മാത്രം എനിക്ക് വിശക്കൂ. ഞാൻ പരിപ്പാറി വെക്കുന്ന എന്താ എനിക്ക് നോമ്പാ? അത് പിന്നെ സത്യം പറഞ്ഞാലേ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കും. ഞാൻ നാട്ടുകാരെ വിളിച്ച് കൂട്ടണോ? നിങ്ങൾ പഠിച്ചോനെ വിചാരിച്ചിട്ട് നാട്ടുകാരെ ഒന്നും വിളിച്ച് കൂട്ടല്ല. എന്നാ പറ, നീ എന്തിനാ ഇവിടെ കയറി കട്ട് നിന്നത്? എൻ്റെ ഓളിൻ്റെ പുരയിലൊന്നും ഉണ്ടാക്കി തരത്തില്ല. ഞാൻ ഇവിടെ ഇറച്ചി കറി വെക്കുന്ന ദിവസം മാത്രം ഇനി എങ്ങനെയാ അറിയുന്നത്? അത് പിന്നെ ഇനി കുറേ നേരമായി അത് പിന്നെ എന്ന് പറയുന്നത്. എടുക്കറി ഫോട്ടോ. വേണ്ട, ഞാൻ സത്യം പറയാം. എന്നാ വേം പറ. നിങ്ങളെ വീട്ടില് ബീഫ് വരട്ടിയാൽ അതിൻ്റെ മണം ഈ നാട് തീർത്തെത്തും. ഞാൻ താഴെ റോഡും കൂടി നടന്നു പോകുമ്പോഴേക്കും ഞാൻ അറിയുന്നത്. പിന്നെ വീട്ടിൽ ചെന്നാൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങളെ ബീഫ് വരട്ടിയത് തിന്നാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അരുത്, മോശമാണെന്ന് മനസ്സ് പറഞ്ഞാലും വയറും മനസ്സും ആമാശയൊന്നും അതിന് സമ്മതിക്കില്ല. അത്രക്കും ബീഫ് തിന്നാൻ കൊതിയാണെങ്കിൽ എനിക്ക് ഹോട്ടലിൽ പോയി തിന്നൂടെ? അല്ലെങ്കിൽ കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് പുരയെ കൊണ്ടുപോയി ഉണ്ടാക്കണോ? അല്ലാണ്ട് ഇങ്ങനെ കക്കാൻ നടക്കുക? ഞാൻ പല ഹോട്ടലിൽ നിന്നും ബീഫ് വാങ്ങി കഴിച്ചിട്ട് പുരയിൽ വാങ്ങിക്കൊണ്ടുവന്ന് ഉണ്ടാക്കി തിന്ന്. എന്നിട്ട് വീട്ടിൽ ബീഫ് വാങ്ങിക്കൊണ്ടേ കൊടുത്താൽ എൻ്റെ കെട്ടിയോള് ബീഫ് കൊണ്ടൊരു സാമ്പാർ കറി ഉണ്ടാക്കി തരും. ഇന്ന് വരെ ഒരു ഹോട്ടലിൽ നിങ്ങൾ ഉണ്ടാക്കിയ പോലത്തുള്ള ഒരു ബീഫ് കറി ഞാൻ കൂട്ടിയിട്ടില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നട്ട പാതിരാക്ക് പെണ്ണുങ്ങൾ മാത്രമല്ല പുരയിൽ വാതിൽ കുത്തി തുറന്നിട്ട് ക്ഷമിക്കണമെന്നില്ലേ? ഇനി ഞാളെ കൊന്നിട്ട് സ്വർണ്ണം എടുക്കാൻ വന്നതല്ല എന്നെന്താ എത്ര ഉറപ്പ്? ഓന്റെ കുമ്പാണ്ടില്ലേ ഞങ്ങൾ ഇറച്ചി വരട്ടെ എന്നിട്ട്. ഞാൻ അങ്ങനത്തെ ആളൊന്നും അല്ല താത്ത. നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയാണ് സത്യം. എനിക്ക് കുറച്ച് ബീഫ് ഫ്രൈ താ. എനിക്ക് അത്രയും കൊതിയായില്ല, പ്ലീസ്. എന്നിട്ടൊരു ബീഫ് നാളെ വിചാര ആ ബീഫ് കണ്ട് ഇനി പനിക്കണ്ട. അതെനിക്ക് നാളെ രാവിലെ സ്കൂൾ കൊണ്ടാണുള്ളതാ. ഇനി മിണ്ടാണ്ടിക്ക്. ഇപ്പം ഇനി ഞാൻ അയച്ചു വിടാം. പക്ഷേ ഇനി മേലാൽ കട്ട് തിന്നാൻ വരരുത്. ബീഫിൻ്റെ മണം അടിച്ചാൽ ഇനി പകൽ വന്നാൽ മതി. എനിക്ക് വേണ്ടേ ഞാൻ തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പൈസയും തരണം. അത് മതി താത്ത, അത് മതി. നിങ്ങൾ കെട്ടൊന്നും നയിക്കുക. നിങ്ങൾക്ക് ഇപ്പം തന്നെ എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് ബീഫ് ഫ്രൈ തന്നാൽ മതി. ഒരു പ്ലേറ്റ് ബീഫിന് 250 രൂപ. എന്താ സമ്മതിച്ചോ? 250 അല്ല, 500 റുപ്യാണെങ്കിൽ എനിക്ക് സമ്മതം. ഒരു മിനിറ്റ്, ഇപ്പം വരാം. അല്ല മോളെ, ഒരു പ്ലേറ്റ് ഇറച്ചിക്ക് 500 രൂപ വേണേലും തരാന്ന് ഞാൻ 250 രൂപ പറഞ്ഞു പോയി. അല്ല മങ്ങൾ ഇന്ന് അവിടെ ഹോട്ടൽ തുടങ്ങാൻ പോവാ. എല്ലാ കളയാൻ കൊടുത്തിരിച്ച് ഞാളൊക്കെ എന്നാ തിന്നുക? പറയുന്ന ഒന്നിങ്ങി കേക്ക്. 1 കിലോന് ഇറച്ചിക്ക് 320 രൂപ. അപ്പോൾ 1 കിലോന് ഇറച്ചി നമ്മൾ വാങ്ങി നമ്മൾ 5 ആക്ക് തിന്നാം. ഒരു പ്ലേറ്റ് ആ കള്ളന് കൊടുത്താൽ 250 രൂപ കിട്ടും.
500 അയാൾ തരാമെന്ന് പറഞ്ഞിട്ട് അത് പിന്നെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് വാങ്ങാം കൂട്ടാം. 250 ഇറച്ചി കൊടുത്താലും നമുക്ക് 1 കിലോന് ഇറച്ചിക്ക് 70 ഉറുപ്പ്യ ആവുള്ളൂ. അന്നേരം നമ്മൾ ആഴ്ചയിൽ ഇറച്ചി വാങ്ങുന്നതിന് പകരം ദിവസവും ഇറച്ചി വാങ്ങാം. എന്താ? ദിവസവും വാങ്ങാണേലും ഓക്കെ. എന്നാവാ ഓക്കെ, സമ്മതിച്ച്. ഒരു പ്ലേറ്റിന് 250 ഉറുപ്പ്യ ബീഫിന് മാത്രം. അതിൻ്റെ കൂടെ കപ്പ, ചപ്പാത്തി, പത്തിരി അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ അതിന് വേറെ പൈസ. സമ്മതിച്ച്. എന്നാ ഇപ്പം തന്നെ ഒരു പ്ലേറ്റ് ബീഫ് എടുത്തോ. ഞാൻ കെട്ടായി തരാം. അല്ല, എനിക്ക് കയ്യൊന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് കഴിയതാ. ഇവിടെ വന്നിട്ട് കഴുകാൻ നേരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. കഴിച്ചത്തോണ്ടേ കുഴിയിൽ ചാണ്ട. ബേജാറ് കഴിച്ചു പോയതാ. കട്ട് തിന്നല്ല ശീലോ, അതാ ബേജാറ്. ഒരു പ്ലേറ്റ് കൂടി എടുക്കട്ടെ? ആ എടുത്തോ. പൈസ കൊണ്ടുവന്നിക്കോ. ഓ ഗൂഗിൾ പേ ഉണ്ട്. താത്ത കുറച്ച് വെള്ളം തരും, ഒന്ന് കയ്യൊക്കെ. എത്ര പൈസയാ താത്ത? 2 പ്ലേറ്റ് ബീഫ് 500 ഉറുപ്പ്യ, 8 പത്തിരി 80 ഉറുപ്പ്യ, മൊത്തം 580 ഉറുപ്പ്യ. നിങ്ങളെ ഗൂഗിൾ പേ നമ്പർ തരുവാ? 95 39 18 18 29. പൈസ വിട്ട് കേട്ടാ. ആ വന്ന്. ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ പോത്തിറച്ചി വാങ്ങിയാൽ മതി, അതിന് കുറച്ചുകൂടി രസം ഉണ്ടാവും കേട്ടോ. എന്നാൽ ഫോൺ നമ്പർ ഇങ്ങ് തന്നെ, ഇറച്ചി റെഡി ആകുമ്പോൾ ഞാൻ വിളിക്കാം. എന്നാൽ ഗൂഗിൾ പേ നമ്പർ അല്ലേ, ഞാൻ അതിൽ നിങ്ങൾക്ക് മിസ് കോൾ ഇടാം കേട്ടോ. എന്നാലും പോട്ടെ. ഓക്കെ, ബൈ ബൈ ബൈ.